ഏതൊരു മനുഷ്യൻ്റെയും ആത്യന്തികമായ ആവശ്യം പണമാണ്, സമ്പത്താണ്. 2 മനസ്സമാധാനമാണ്. ഈ 2 കാര്യങ്ങളും ഉണ്ടെങ്കിൽ 95% പ്രശ്നങ്ങളും തീരും. 95 അല്ല 100% പ്രശ്നങ്ങളും തീരും. അതിനെന്താണ് ചെയ്യുക? ദാരിദ്ര്യത്തെ പൂർണ്ണമായിട്ടും അകറ്റി സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും കൊണ്ടുവരുന്നതോടൊപ്പം ദുഷ്ടമാനസരിൽ നിന്നുമുള്ള മോചനം, അഥവാ ശത്രുദോഷത്തിൽ നിന്നുമുള്ള മോചനം, അതിന് ഒരേ ഒരു ദേവി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആരാണത്? അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. നമസ്തേ, രുദ്രധാരയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ നിന്നും എങ്ങനെ ദാരിദ്ര്യത്തെ തുടച്ചു നീക്കാം. വളരെ ലളിതമായ ഒരു വഴി, അതാണ് ലളിതാ സഹസ്രനാമ ജപം. എല്ലാവരും ഇത് ചൊല്ലുന്നവരാണ്, പക്ഷേ വേണ്ടത്ര ഫലം ലഭിക്കുന്നില്ല എന്ന് പരക്കെ ഒരു അഭിപ്രായമുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് കൂടി ഞാൻ പറയാം. ഇവിടെ നമ്മൾ ആരാധിക്കുന്നത് രാജരാജേശ്വരി എന്ന് പറയുന്ന ദേവിയാണ്. രാജരാജേശ്വരി ദേവിയെക്കുറിച്ച് പറയുമ്പോൾ ശിവന്റെ ശക്തിയായിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്. രാജരാജേശ്വരി പൂജ എന്ന് പറയാറുണ്ട്. ഇവിടെ ഈ ദേവീനെ ലളിത എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്, രാജരാജേശ്വരി. അപ്പൊ എങ്ങനെയാണ് ഈ പൂജ ചെയ്യേണ്ടത്? എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ തടസ്സം നീക്കുന്നത്? എങ്ങനെയാണ് സമ്പത്തുണ്ടാകുന്നത്? എങ്ങനെയാണ് ശത്രുദോഷം ഇല്ലാതാവുന്നത്? ഇത് 48 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു കർത്തവ്യമാണ്. ഇത് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ശത്രുദോഷം, നാഭിചാരം, മന്ത്രവാദം എന്നിവ ഏൽക്കില്ല എന്നും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതല്ലെങ്കിലും അങ്ങനെയാണ്. സ്ഥിരമായി ജപം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അയാളുടെ ഓറ, പ്രഭാവം അല്ലെ പ്രഭാവലയം വലുതാവുകയും പിന്നീട് പുറത്തു നിന്നുള്ള നെഗറ്റീവ് എനർജി ആ ബോഡിയിൽ അല്ലെ ആ ശരീരത്തിൽ ബാധിക്കുകയില്ല. അത് അദ്ദേഹത്തിൻ്റെ ജപത്തിൻ്റെ ശക്തിയാണ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ പൂജാമുറി അല്ലെങ്കിൽ ഒരു പീഠം അത്യാവശ്യമാണ്, അത്യന്താപേക്ഷിതമാണ് ഇതിന്. അതിനുവേണ്ടി നിങ്ങളൊരു പൂജ റൂമോ അല്ലെ ഒരു പൂജ ചെയ്യുന്ന ഭാഗമോ സെറ്റ് ചെയ്യുക ആദ്യം, അറ്റ് ഫസ്റ്റ്. അതിനുശേഷം ചെയ്യേണ്ടത് ചുവപ്പ് നിറത്തിലുള്ള ഒരു പട്ട് വിരിക്കുക. ഒരു പീഠത്തിന് മുകളിൽ പട്ട് വിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പീഠത്തിന് മുകളിൽ പട്ട് വിരിച്ച ശേഷം അതിന് മുകളിൽ നിലവിളക്ക് കത്തിച്ചു വയ്ക്കുക. നെയ്യ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. 5 തിരിയാണ് ഇടേണ്ടത്. 5ാമത്തെ തിരി ഈശാന കോണിലേക്ക്. ഈശാന കോണെന്ന് പറഞ്ഞാൽ കിഴക്ക് വടക്കേ ഭാഗം, അവിടേക്ക് 5ാമത്തെ തിരി തിരിഞ്ഞിരിക്കണം. എപ്പോഴാണിത് ചെയ്യേണ്ടത്? സന്ധ്യാനേരം അല്ലെങ്കിൽ ഉദയസമയം, രാവിലെ. ഈ 2 സമയത്ത്, പ്രാതസന്ധിക്കോ അല്ലെ രാവിലെയുള്ള സന്ധിക്ക് നമുക്കിത് ചെയ്യാം. പ്രാതസന്ധ്യ എന്ന് പറഞ്ഞാൽ രാവിലെയുള്ള സന്ധ്യയാണ്. പ്രദോഷ സന്ധ്യ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഉള്ളത്. അപ്പോൾ ഈ 2 സന്ധ്യാനേരത്തും നമുക്കിത് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? തുടക്കം തന്നെ ദേവിയുടെ മൂലമന്ത്രം, ഗണപതിയെ വിളിച്ച ശേഷം, ഗണേശനെ വിളിച്ചതിന് ശേഷം, ഏത് ഗണേശനാ? ഗണപതി ഭഗവാൻ വിളിച്ച ശേഷം ഓം ഗം ഗണപതേ നമ എന്ന മൂലമന്ത്രം ചൊല്ലി എത്ര പ്രാവശ്യം? 11 പ്രാവശ്യം ഓം ഗം ഗണപതേ മൂലമന്ത്രം ചൊല്ലുക. അപ്പോൾ ആദ്യം വിളക്ക് കൊളുത്തുന്നു, പീഠം വയ്ക്കുന്നു, വിളക്ക് വയ്ക്കുന്നു, 5 തിരിയിടുന്നു, വിളക്ക് കൊളുത്തുന്നു, ചന്ദനത്തിരി കത്തിക്കുന്നു. ഇവിടെ ഫോട്ടോയും മറ്റു കാര്യങ്ങളൊന്നുമില്ല. ചന്ദനത്തിരി കത്തിക്കുന്നു. കിണ്ടിയിൽ ജലം വെച്ചിരിക്കണം, മസ്റ്റാണ്, അത്യന്താപേക്ഷിതമാണ്. കിണ്ടിയിൽ ജലം വെച്ചിരിക്കുന്നു, അതിനകത്ത് പറ്റുമെങ്കിൽ പൂവിട്ടുന്നു. ദെൻ ഗണപതിയെ വന്ദിക്കുന്നു, ഗണപതിയെ ഭജിക്കുന്നു. എന്താ? ഓം ഗം ഗണപതേ നമ. കഴിഞ്ഞോ? ഇല്ല. സർവവിഘ്നഹരം ദൈവം സർവവിഘ്ന വിവർജിതം സർവസിദ്ധി പ്രദാതാരം വന്ദേഹം ഗണനായകം 3 പ്രാവശ്യം. ഏകദന്തം മഹാകായം തത്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം 3 പ്രാവശ്യം.
ഗജാനനം ഭൂതഗണാസേവിതം കവിപ്ത ജംബു ഫലസാരഭിക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം 3 പ്രാവശ്യം. അങ്ങനെ എത്രയായി? 9 പ്രാവശ്യം. ഇത്രയും ചൊല്ലുക. ഇത്രയും ചൊല്ലിയതിന് ശേഷം ദേവിയുടെ മൂലമന്ത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഒപ്പം രണ്ടാമത് ദേവിയുടെ കവചവും. ഈ 2 മന്ത്രവും എന്താണെന്ന് ഞാനിവിടെ കാണിക്കാം. എത്ര പ്രാവശ്യമാണ് ഈ 2 മന്ത്രവും ജപിക്കേണ്ടത്? 108 പ്രാവശ്യമാണ് ഈ മന്ത്രം ജപിക്കേണ്ടത്. മനസ്സിലായോ? 108 പ്രാവശ്യം. അപ്പം ദേവിയുടെ മൂലമന്ത്രം, അതിനുശേഷം ദേവിയുടെ കവചം. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജപിക്കുന്നത്. ആദ്യത്തത് 108 പ്രാവശ്യം, രണ്ടാമത്തതും 108 പ്രാവശ്യം. കഴിഞ്ഞോ? ഇല്ല, കർമ്മം തീർന്നില്ല. ശേഷം ജപിക്കേണ്ടത് ലളിതാ സഹസ്രനാമമാണ്. അത്യന്താപേക്ഷിതം. ലാസ്റ്റ് വൺ, ലളിതാ സഹസ്രനാമം 1 വട്ടം വായിച്ച് തീർക്കുക. ഇതാണ് പൂജ. വായിച്ച് തീർത്തതിന് ശേഷം കർപ്പൂരം കത്തിക്കുക, നിലവിളക്കിനെ ഒഴിയുക. സംഭവം കഴിഞ്ഞു. ഇത് ചെയ്യേണ്ടത് 48 ദിവസം തുടർച്ചയായി. സമയം തെറ്റാൻ പാടില്ല, സ്ഥലം മാറാൻ പാടില്ല. അത്യാവശ്യം സ്ഥലം മാറിക്കൂടാ. ആ സ്ഥലത്ത് തന്നെ ആയിരിക്കണം ചെയ്യേണ്ടത്. ഇനിയോ ഒന്നുകൂടിയുണ്ട്. ഇത് ചെയ്യുന്ന 48 ദിവസവും ശുദ്ധവും വൃത്തിയും അത്യന്താപേക്ഷിതം. ആർത്തവം ഉള്ള സ്ത്രീകൾ ചെയ്യാൻ പാടില്ല. മാറ്റി വെച്ചേക്കണം സംഭവം, മുടങ്ങാൻ പാടില്ല. ലളിതാ സഹസ്രനാമത്തിന്റെ ഒരു കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ ചൊല്ലരുതെന്ന്. പലരും പറഞ്ഞു എന്താന്ന് ചോദിച്ചു. ഞങ്ങൾ ചെയ്യാറുണ്ട്. കിടക്ക പങ്കിടുന്ന സ്ത്രീ ആണെങ്കിൽ ചെയ്യരുത് എന്നാണ് അർത്ഥം. കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടിക്ക് നടത്താം, ചെയ്യാം. അവൾ ആർത്തവ സമയത്ത് പോലും വായിക്കാം, പ്രശ്നമില്ല. കല്യാണത്തിന് ശേഷം വാർദ്ധക്യത്തിലേക്ക് അടുക്കുമ്പോൾ, അതായത് സെക്സ് എന്ന് പറയുന്ന സാധനം ജീവിതത്തിൽ നിന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ലളിതാ സഹസ്രനാമം ഏറ്റവും ബെറ്റർ ആണ്. ഇതിനപ്പുറം മറ്റൊന്നില്ല. പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാമ്പത്യത്തിനകത്ത് പൂർണ്ണമായിട്ടും പ്രശ്നം ഉണ്ടാവും. മനസ്സുകൊണ്ടെങ്കിലും ചതിച്ചിരിക്കും, സംശയമില്ലാത്ത കാര്യം. അതുകൊണ്ടാണ് ലളിതാ സഹസ്രനാമം മറ്റൊന്നിന്റെയും കണക്കല്ല. ഇവിടെ ഈ 48 ദിവസവും ജപിക്കേണ്ടത് ലളിതാ സഹസ്രനാമമാണ്. അപ്പൊ അത്രയ്ക്ക് ശുദ്ധവും വൃത്തി അത്യാവശ്യമാണ് ഈ 48 ദിവസവും. അപ്പൊ ഞങ്ങൾ സാധാരണ സ്ത്രീകൾ എന്ത് ചെയ്യും? സയൻസ് കുറെ വളർന്നു, ടാബ്ലറ്റ്സ് ഉണ്ട് അല്ലെ, പക്ഷെ അത് ശരീരത്തിന് ദോഷമാണ്. അപ്പൊ 48 ദിവസം ഇത് കണ്ടിന്യൂസ്ലി പോയേ പറ്റൂ. അപ്പം ലളിതാ സഹസ്രനാമത്തിന്റെ പ്രാധാന്യം മനസ്സിലായി കാണും നിങ്ങൾക്ക് എത്രത്തോളമാണെന്ന്. അപ്പൊ ഈ ആർത്തവമുള്ള സമയത്ത് ഈ പൂജ ചെയ്യാൻ പാടില്ല, പ്രത്യേകം പറയുന്നുണ്ട്. വീട്ടിൽ ഒരാൾ ചെയ്താൽ മതി, സ്ത്രീയോ പുരുഷനോ ചെയ്താൽ മതി. ഇത് വിശ്വാസത്തോടു കൂടിയാണ് ഇത് ചെയ്യേണ്ടത്. കാരണം രാജരാജേശ്വരിയ, ഇതിനപ്പുറം മറ്റൊരു ദേവി ഇല്ല എന്നാണ് പറയുന്നത്. ലളിത എന്നറിയപ്പെടുന്നത് ശരിക്കും രാജരാജേശ്വരിയാണ്. അപ്പൊ എന്താണ് 108 പ്രാവശ്യം ജപിക്കേണ്ട മൂലമന്ത്രവും? രണ്ടാമത് വീണ്ടും ഒരു മന്ത്രമുണ്ട്, കവചം. അതും 108 പ്രാവശ്യം ജപിക്കണം. അതും ഏതാണ് എന്നുള്ളത് ഞാനിവിടെ കാണിക്കാം. അതിനുശേഷമാണ് ലളിതാ സഹസ്രനാമം. ഏകദേശം 1 മണിക്കൂറിൽ കൂടുതൽ എടുക്കും ഈ ഒരു പൂജ. 1-2 മണിക്കൂർ എടുക്കും. 48-ാം ദിവസം ദാരിദ്ര്യം എന്ന് പറയുന്ന സംഭവം ജീവിതത്തിൽ ഉണ്ടാവില്ല. ശത്രുദോഷം, ശത്രുക്കൾ ഭസ്മമായി പോകും. നിങ്ങളുടെ ഓറ എന്ന് പറയുന്നത് വികസിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ മനസ്സ് എത്രത്തോളം തീവ്രമാകുന്നു, ആർഡന്റ് ആകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ശരിക്കും രാജരാജേശ്വരി പൂജ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ചെയ്യേണ്ടത്. എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇനി ആ മന്ത്രം എന്താണ് എന്നുള്ളത് കൂടി ഇവിടെ ഞാൻ കാണിക്കാം. ഇതാണ് മൂലമന്ത്രം എന്ന് പറയുന്നത്. ഓം ഹ്രീം ശ്രീം ലളിതാ ത്രിപുര സുന്ദരി ശ്രീ രാജരാജേശ്വരി അമൃതേശ്വരി മമ സകലകാമനാപൂരണം കുരു കുരു സ്വാഹ. ഈ മൂലമന്ത്രം 108 പ്രാവശ്യം വേണം ചൊല്ലാൻ. അതിനുശേഷം വരുന്നതാണ് കവചം വരുന്നത്, അതും ജപിക്കണം. ഇതാണ് രണ്ടാമതായിട്ട് ചൊല്ലേണ്ട കവചം എന്ന് പറയുന്നത്. ഇത് 108 പ്രാവശ്യമോ അല്ലെങ്കിൽ 21 പ്രാവശ്യവും ചൊല്ലാവുന്നതാണ്. കല്യാണായുധ പൂർണ്ണ ചന്ദ്രവദനാം പ്രാണേശ്വരാനന്ദിനീം പൂർണ്ണാം പൂർണ്ണതരാം പരീഷ് മഹിഷീം പൂർണ്ണാമൃതാ സ്വാധീനീം സമ്പൂർണ്ണാം പരമോത്തമാമൃതകാലാം വിദ്യാവതീം ഭാരതീം ശ്രീചക്രപ്രിയ ബിന്ദുതർപ്പണപരാം ശ്രീരാജരാജേശ്വരീം എന്ന കവചവും ജപിക്കേണ്ടതാണ്. അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം. നമ്മൾ ഒരു ദിവസം ഒരു നേരം മാത്രമേ ഇത് പറഞ്ഞിട്ടുള്ളൂ. സമയം തെറ്റാൻ പാടില്ല. സന്ധ്യയ്ക്കോ രാവിലെയോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ഇനി സന്ധ്യയ്ക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, അത് നിങ്ങൾ 8 മണിയാക്കി, ഓക്കെ 9 മണിയാക്കി, പ്രശ്നമില്ല. 11 മണിക്ക് മുകളിൽ പോകരുതെന്നേ ഉള്ളൂ. ആ സമയത്താണെങ്കിൽ എല്ലാ ദിവസവും ആ സമയത്ത് തന്നെ ചെയ്യണം. പുരുഷന്മാർക്കും ചെയ്യാം. പുരുഷന്മാർ ചെയ്യുമ്പോൾ ലഹരി വസ്തുക്കൾ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. അത്രയ്ക്ക് ശുദ്ധവും വൃത്തിയും ഉണ്ടായിരിക്കണം. ബ്രഹ്മചര്യം 48 ദിവസവും വേണം എന്ന് ഞാൻ പറഞ്ഞു. എങ്കിൽ മാത്രമേ അതിന് ഈ പറയുന്ന ഉത്തമമായിട്ടുള്ള ഒരു ഫലം ഉണ്ടാവുകയുള്ളൂ.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്.